Now let us discuss about a theorem for checking the linearly dependence of a set of n vectors. അപ്പോൾ ഒരു സെറ്റ് ഓഫ് n വെക്റ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡാണ് ഈ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ആ സെറ്റ് ഓഫ് സ്കേലാർസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു സെറ്റ് ഓഫ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? a linear combination equal to 0 such that not all scalars are 0. And linearly dependent set എന്ന് പറയുമ്പോൾ set of n vectors are the linear combination will be 0 such that all the scalars are 0. Okay. അപ്പോൾ ഈ തിയറം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു n സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 0 ആണോ അല്ലയോ എന്നുള്ളത് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 സച്ച് ദാറ്റ് സ്കേലാസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണോ അല്ലയോ എന്ന് നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൺ ഓഫ് ദി വെക്റ്റർ ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി വെക്റ്റേഴ്സ് ദാറ്റ് പ്രിസീഡ് ഇറ്റ് in the ordering established by the listing of vectors in the set. അതായത് നമ്മളൊരു സെറ്റ് ഓഫ് ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സിനെ എടുക്കുകയാണ്. ആ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും ഒരു വെക്റ്റർ ചൂസ് ചെയ്തു. ആ വെക്റ്റർ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നേ വരുന്ന എല്ലാ വെക്റ്റേഴ്സിൻ്റെയും കൂടിയുള്ള ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു വെക്റ്റർ എന്ന് പറയുന്നത് ആ സെറ്റ് ഓഫ് n വെക്റ്റേഴ്സിലെ ഏതെങ്കിലും ഒരു വെക്റ്റർ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നേ വരുന്ന എല്ലാ വെക്റ്റേഴ്സിൻ്റെയും കൂടിയുള്ള ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും എന്നുള്ളതാണ് തിയറം പറയുന്നത്. അപ്പോൾ ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. രണ്ട് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പ്രൂവ് ചെയ്യും. ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യും. അസ്യൂം ചെയ്തതിന് ശേഷം എന്ത് പ്രൂവ് ചെയ്യുക? അതിലെ ഒരു വെക്റ്റർ എന്ന് പറയുന്നത് തൊട്ട് മുന്നേ വരുന്ന വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. Okay, if a set of vectors is linearly dependent, then one of the vector is a linear combination of other vectors that are listed before it in the set. Secondly, we must show that the converse part, if one of the vector is one of the vector of a given set is a linear combination of the vectors that precede it, then the set is linearly dependent. അപ്പോൾ ആദ്യം നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? ദി സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് അതിലൊരു വെക്റ്റർ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നേ വരുന്ന വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യുക. സെക്കൻഡ്ലി, വി ആർ അസ്യൂമിങ് വൺ ഓഫ് ദി വെക്റ്റർ ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി പ്രിസീഡിങ് വെക്റ്റേഴ്സ്, ദെൻ വി വിൽ പ്രൂവ് ദാറ്റ് ദീസ് n സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. നമ്മൾ ആദ്യം തന്നെ ഒരു സെറ്റ് ഓഫ് n വെക്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യുകയാണ്. v1 v2 എക്സെട്ര vn എന്നുള്ള n സെറ്റ് ഓഫ് വെക്റ്റേഴ്സിനെ നമ്മൾ എടുത്തു. ആ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നും അസ്യൂം ചെയ്യുന്നു. ലീനിയർലി ഡിപ്പെൻഡ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്താ? നോട്ട് ഓൾ സ്കേലാസ് 0. അപ്പോൾ ആ സ്കേലാസിനെ എങ്ങനെ എടുക്കുക? c1 c2 എക്സെട്ര cn എന്നുള്ള n സ്കേലാസിനെ എടുത്തു സച്ച് ദാറ്റ് നോട്ട് ഓൾ സ്കേലാസ് 0 and satisfying the linear combination c1 v1 plus c2 v2 plus etc cn vn equal to 0. ഇത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? അതിലെ ഒരു വെക്റ്റർ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നേ വരുന്ന വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടീഷൻ എടുക്കുകയാണ്. അറ്റ് ദി വെരി വേസ്റ്റ് I ഈക്വൽ ടു n വെൻ cn നോട്ട് ഈക്വൽ ടു 0 ബട്ട് ഇഫ് cn ഈക്വൽ ടു 0 ദെൻ I ഈസ് ലെസ് ദാൻ n. ദെൻ ദി ഇക്വേഷൻ വിൽ ബി c1 v1 plus c2 v2 plus etc ci minus 1 vi minus 1 plus ci vi plus 0 into vi plus 1 plus 0 into vi plus 2 plus etc 0 into vn equal to 0. വേറെ ഒന്നുമല്ല, നമ്മൾ ci വരെയുള്ള വെക്റ്റേഴ്സ് സ്കേലാസിന് എടുത്തു. ആ ci വരെയുള്ള സ്കേലാസിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് നോൺ സീറോ ആണെന്ന് അസ്യൂം ചെയ്തു. ci വരെയുള്ള സ്കേലാസ് നോൺ സീറോ ആണ്. ഐക്ക് തൊട്ട് മുകളിലോട്ട് വരുന്ന എല്ലാ സ്കേലാസ് അപ് ടു n വരെയുള്ള സ്കേലാസ് 0 ആയിട്ടും അസ്യൂം ചെയ്തു. അപ്പോൾ c1 c2 എക്സെട്ര ci വരെ 0യും 0 നോൺ സീറോയും ci+1 ci+2 അപ് ടു cn വരെയുള്ള സ്കേലാസിന് എന്തെടുത്തു? 0 എന്ന് എടുത്തു. നമുക്ക് ആ പ്രിസീഡിങ് കണ്ടീഷൻ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്.
ഓക്കെ, അതാണ് ഇവിടെ 0 ഇൻറ്റു വി ഐ പ്ലസ് 1 പ്ലസ് 0 ഇൻറ്റു വി ഐ പ്ലസ് 2 അപ് ടു 0 ഇൻറ്റു വി എൻ ഈക്വൽ ടു 0 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ലീനിയർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ചേഞ്ചാണ് ഇത്. അപ്പോൾ C1 മുതൽ CI വരെയുള്ള സ്കെയിലേഴ്സിൻ്റെ നോൺ സീറോ എന്നും CI പ്ലസ് 1 മുതൽ CN വരെയുള്ള സ്കെയിലേഴ്സിന് നമ്മൾ 0 എന്നും ചൂസ് ചെയ്തു. ഇനി 0 ഇൻറ്റു ഒരു വെക്റ്റർ എന്ന് പറയുന്നത് എന്താ? 0 വെക്റ്റർ അല്ലേ. അപ്പോൾ ഈ ലീനിയർ കോമ്പിനേഷൻ നമുക്ക് ഒന്നും കൂടി ഷോർട്ട് ആക്കാമല്ലോ. C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര CI VI ഈക്വൽ ടു 0. അതിൽ നിന്ന് ഈ VI എന്നുള്ള വെക്റ്ററിൻ്റെ വാല്യൂ എന്ത് വരും? ഈ ബാക്കി എല്ലാത്തിനെയും കൂടി റൈറ്റ് സൈഡിലോട്ട് കൊടുത്താൽ മതിയല്ലോ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ത്രൂ ഔട്ട് ഒരു CI വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ വരുന്ന ചേഞ്ചാണ് VI ഈക്വൽ ടു മൈനസ് C1 ബൈ CI ഇൻറ്റു V1 മൈനസ് C2 ബൈ CI ഇൻറ്റു V2 മൈനസ് എക്സെട്ര മൈനസ് CI മൈനസ് 1 ബൈ CI ഇൻറ്റു VI മൈനസ് 1. ഇനി മൈനസ് C1 ഇൻറ്റു CIക്ക് മൈനസ് C1 ബൈ CIക്ക് D1 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. മൈനസ് C2 ബൈ CI എന്നുള്ളതിന് D2 എന്ന് കൊടുക്കുകയാണ്. അപ് ടു മൈനസ് CI മൈനസ് 1 ബൈ CIക്ക് എന്ത് കൊടുക്കുക? DI മൈനസ് 1 എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ലീനിയർ കോമ്പിനേഷന് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് VI ഈക്വൽ ടു D1 V1 പ്ലസ് D2 V2 പ്ലസ് എക്സെട്ര DI മൈനസ് 1 VI മൈനസ് 1. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടീഷൻ കിട്ടിയല്ലോ. എന്തായി? VI എന്നുള്ളതിന് എന്തിൻ്റെയൊക്കെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റി? V1 V2 അപ് ടു VI മൈനസ് 1. VIക്ക് തൊട്ട് മുന്ന് വരുന്ന എല്ലാ വെക്റ്റേഴ്സിൻ്റെയും കൂടിയുള്ള ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് VI എന്നുള്ള വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? One of the vector from these n set of vectors is a linear combination of the preceding vectors. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടീഷനായി ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതിൽ ഒരു വെക്റ്റർ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്ന് വരുന്ന വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർബിട്രറി ആയിട്ട് CI എന്നുള്ള ഒരു വെക്റ്റർ വരെയുള്ളത് CI എന്നുള്ള സ്കെയിലാർ വരെയുള്ളതിന് നോൺ സീറോ എന്ന് അസ്യൂം ചെയ്തു. ബാക്കി വരുന്ന n വരെയുള്ളത് 0 എന്ന് അസ്യൂം ചെയ്തു. ദെൻ അതിൽ നിന്ന് VIയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് കിട്ടി അതെന്തായി? പ്രിസീഡിങ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണെന്നുള്ളത് കിട്ടി. നമ്മൾ എന്താ അസ്യൂം ചെയ്യേണ്ടത്? വൺ ഓഫ് ദി വെക്റ്റർ ഫ്രം ദീസ് n സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഈസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി preceding vectors. Then we need to prove that the set of n vectors are linearly dependent എന്ന് പ്രൂവ് ചെയ്യണം. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താ? അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ സെറ്റ് ഓഫ് സ്കെയിലേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ഓൾ 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അസ്യൂം ചെയ്യാൻ പോണ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം. n സെറ്റ് ഓഫ് വെക്റ്റേഴ്സിൽ ഒരു വെക്റ്റർ എന്ന് പറയുന്നത് പ്രിസീഡിങ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. ദെൻ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദീസ് n സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്കെയിലേഴ്സ് നോട്ട് ഓൾ 0 എന്ന് കാണിക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് കാണിച്ചാൽ മതി? അറ്റ്ലീസ്റ്റ് ഒരു സ്കെയിലാറെങ്കിലും നോൺ സീറോ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് നൗ ലെറ്റ് വൺ ഓഫ് ദി വെക്റ്റർ ഓഫ് ദി സെറ്റ് V1 V2 അപ് ടു VN സേ VI be a linear combination of the vectors in the set that precede it, namely V1 V2 up to VI minus 1. Then there exists scalars D1 D2 up to DI minus 1 such that VI equal to D1 V1 plus D2 V2 plus etc. DI minus 1 VI minus 1. Okay, നമ്മൾ ആ സെറ്റ് ഓഫ് n വെക്റ്റേഴ്സ് എടുത്തു. V1 V2 എക്സെട്ര VN എടുത്തു. അതിൽ നിന്ന് ഒരു വെക്റ്ററിനെ ചൂസ് ചെയ്തു. VI എന്നുള്ള വെക്റ്ററിനെ ചൂസ് ചെയ്തു. ആ VI എന്നുള്ള വെക്റ്റർ അതിന് തൊട്ട് മുന്ന് വരുന്ന എല്ലാ വെക്റ്റേഴ്സിൻ്റെയും V1 V2 അപ് ടു VI മൈനസ് 1 എന്നുള്ള എല്ലാ വെക്റ്റേഴ്സിൻ്റെയും കൂടിയുള്ള ഒരു ലീനിയർ കോമ്പിനേഷൻ ആണെന്ന് അസ്യൂം ചെയ്തു. ഇത് നമ്മളിപ്പോൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. VI ഈക്വൽ ടു D1 V1 പ്ലസ് D2 V2 പ്ലസ് എക്സെട്ര പ്ലസ് DI മൈനസ് 1 VI മൈനസ് 1. VI എന്നുള്ള വെക്റ്ററിനെ തൊട്ട് മുന്ന് വരുന്ന എല്ലാ വെക്റ്റേഴ്സിൻ്റെയും കൂടി ലീനിയർ കോമ്പിനേഷനായിട്ട് എടുത്തു. ഇനി നമുക്ക് ആ ലീനിയർ കോമ്പിനേഷൻ നമ്മുടെ മെയിൻ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയ ഒരു ഇക്വേഷൻ ഇല്ലേ? C1 V1 പ്ലസ് എക്സെട്ര C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര CN VN ഈക്വൽ ടു 0. അവിടെ VIയുടെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VIയുടെ സ്ഥാനത്ത് ഇവിടെ ഈ ഇക്വേഷൻ ഇവിടെ CI പ്ലസ് 1 CI2 പ്ലസ് CN എന്നാണ് എഴുതേണ്ടത്. ദെൻ
ഈ വി ഐയുടെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ D1 കൂടിയുള്ള ചേഞ്ച് വരുത്തിയിട്ട് അല്ലെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. -C1/Ci എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനായിട്ട് മാറും. D1 V1 + D2 V2 + എക്സെട്ര di-1 ഇൻറ്റു vi-. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇതിനെല്ലാത്തിനെയും കൂടി ഒരു സൈഡിലോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്താ? D1 V1 + D2 V2 + എക്സെട്ര di-1 ഇൻറ്റു vi-1 മൈനസ് vi പ്ലസ് ബാക്കി എല്ലാത്തിനും നമ്മൾ 0 ആയിട്ടല്ല എടുത്തത്, അത് അതുപോലെ തന്നെ എടുത്താലും മതി. 0 ഇൻറ്റു vi+1 + 0 ഇൻറ്റു vi2 + എക്സെട്ര 0 ഇൻറ്റു vn = 0. ഒന്നുകൂടി പറയാം, ഈ ഇക്വേഷൻ ഇപ്പോൾ ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇക്വേഷൻ ഇല്ലേ, അതിനെ =0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ D1 V1 + D2 V2 + എക്സെട്ര di-1 vi-1 മൈനസ് vi = 0 എന്ന് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ Ci+1 മുതൽ Cn വരെയുള്ള വെക്റ്റേഴ്സിന് നമ്മൾ 0 എന്നാണ് എടുത്തേക്കുന്നത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലീനിയർ കോമ്പിനേഷനിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സെയിം ഇക്വേഷൻ തന്നെയായിരിക്കും കിട്ടുക. ഇനി ഇക്വേഷൻ നോക്കുമ്പോൾ നോക്കിയേ, ഇവിടുത്തെ di's എല്ലാം 0 ആണെന്ന് വിചാരിക്കുക. നമ്മളെടുത്ത ആ di വാല്യൂസ് എല്ലാം 0 ആണ്. അതുപോലെ നമ്മളെടുത്ത ഈ Ci വാല്യൂസ് Ci+1 മുതലുള്ള വാല്യൂസും 0 ആയിട്ട് എടുത്തു. പക്ഷേ viയുടെ കോഎഫിഷ്യൻ്റ് എന്താ? -1 അല്ലേ. ആ സ്കെയിലാർ എന്ന് പറയുന്നത് എന്തായാലും നോൺ സീറോ ആണ്, അത് ഒരിക്കലും 0 ആവില്ല. സോ വി ഗെറ്റ് എ നോൺ സീറോ സ്കെയിലാർ സച്ച് ദാറ്റ് ദി ലീനിയർ കോമ്പിനേഷൻ =0. ആ ലീനിയർ കോമ്പിനേഷൻ ഓഫ് n വെക്റ്റേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതും അറ്റ്ലീസ്റ്റ് ഒരു വെക്റ്റർ നോൺ സീറോ ആയിട്ടുള്ളതും കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് n സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, നമുക്ക് ഒരെണ്ണെങ്കിലും കിട്ടിയാൽ മതി. ആ സെറ്റ് ഓഫ് n സ്കെയിലാർസ് എടുക്കുമ്പോൾ അതിൽ ഒരെണ്ണെങ്കിലും നോൺ സീറോ ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? ആ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റാണെന്ന് പറയാൻ പറ്റും. സോ ഇവിടുത്തെ viയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്തായി? -1 ആണ്. -1 എന്ന് പറയുന്നത് =0 ആയതുകൊണ്ട് ദീസ് n സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് വൺ ഓഫ് ദി വെക്റ്റർ ഇൻ ദി സെറ്റ് ഓഫ് n വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്ന് അസ്യൂം ചെയ്തു. one of the vector is a linear combination of the preceding vectors എന്ന് അസ്യൂം ചെയ്തു. then we prove that the set of n vectors are linearly dependent എന്നുള്ളത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഒരു സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് വന്നിട്ട് അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ സെറ്റ് ഓഫ് വെക്റ്റേഴ്സിൽ ഏതെങ്കിലും ഒരു വെക്റ്റർ എന്ന് പറയുന്നത് അത് തൊട്ട് മുന്നേ വരുന്ന വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദി മെത്തേഡ് ബേസ്ഡ് ഓൺ ലീനിയർ കോമ്പിനേഷൻസ് സോൾവ് ചെയ്ത് പിന്നെ നമ്മളത് ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്കെയിലാർസ് കണ്ടുപിടിച്ച് പിന്നെ അത് നോൺ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത്രയും സ്റ്റെപ്സ് ഇവിടെ ഫോളോ ചെയ്യേണ്ട. ഈ തിയറം നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഫോർ ഫൈൻഡിങ് ലീനിയർലി ഡിപ്പെൻഡിങ് സെറ്റ്. ലീനിയർലി ഡിപ്പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് വെക്റ്റേഴ്സിലെ ഒരു വെക്റ്റർ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നേ വരുന്ന വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും.